ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ വേറൊന്നുമല്ല, ഞാൻ ചാക്കിലും ബക്കറ്റിലും അതുപോലെ സിമൻറ്റ് ചാക്കിലും ഒക്കെ ഇതുപോലെ കുറച്ച് ചീര പാകിയിട്ടുണ്ട്. അതൊക്കെ പാകി കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ആകാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നൊരു വളമുണ്ട്. അപ്പം ഞാൻ ചീരക്കൊക്കെ ഇതുപോലെ സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ അത് നമ്മുടെ ചീരയൊക്കെ പെട്ടെന്ന് വിളവെടുക്കുന്നതാണല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ സീമക്കൊന്നയുടെ ഇലയും കൂടെ നല്ലതുപോലെ ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ഞാൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് നല്ലതുപോലെ ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതൊരു 3 ദിവസം ഇതുപോലെ അങ്ങ് വെച്ചേക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ നല്ലതുപോലെ അഴുകി നമ്മുടെ ഇതിലേക്ക്, അതായത് ഈ സീമക്കൊന്നയുടെ ഇലയിൽ നല്ലതുപോലെ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും അതുപോലെ അതിലുണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ, അതായത് ഇലപ്പുള്ളി രോഗം അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ചീരയ്ക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നമ്മുടെ സീമക്കൊന്നയുടെ ഇല ഇങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ പച്ചച്ചാണകം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പച്ചച്ചാണകം അന്വേഷിച്ചൊന്നും നമ്മളെങ്ങും ബുദ്ധിമുട്ടണ്ട. നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മുടെ ആവശ്യത്തിനാണല്ലോ, നമുക്ക് വിൽക്കാനോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ആവശ്യത്തിന് തോരൻ വെക്കണമെന്ന് തോന്നുമ്പോൾ, ചീര കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓടിപ്പോയി പറിച്ച് നമുക്ക് തോരൻ വെക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇതുപോലെ ചിലവില്ലാത്ത വളങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയെ. അപ്പം നമ്മുടെ ഈ അഴുകി വന്ന് ഈ സീമക്കൊന്നയുടെ ഇല ഇതുപോലെ നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് അതിലേക്ക് ഒന്നും കൂടി ഇട്ട് നല്ലതുപോലെ കലക്കി പിഴിഞ്ഞെടുത്തിട്ട് ഈ വേസ്റ്റ് കളയണ്ട. ഇത് നമ്മുടെ പച്ചമുളകിൻ്റെയോ അങ്ങനെയുള്ള ചെടികളുടെ ഒക്കെ ചുവട്ടിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു കീടനാശിനിയും അതായത് പ്രാണികളുടെ ശല്യമൊക്കെ ഒത്തിരി ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതും കളയണ്ട. ഇത് കണ്ടോ, എനിക്കിങ്ങനെ 2.5 കപ്പ് വെള്ളത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഇതിലേക്ക് ഞാൻ 1 കപ്പിന് 3 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാട്ടോ ഞാൻ എൻ്റെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാറ്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ചീര പെട്ടെന്ന് വളർന്നു വരും. അതുപോലെ ഇനി സീമക്കൊന്നയുടെ ഇല കിട്ടാനില്ലെങ്കിലും കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി നമ്മുടെ ചീരയുടെ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു, അതായത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതായത് നമ്മൾ തലേദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ 1 കപ്പിന് 3 കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചീരയ്ക്ക് ഒരു ദോഷവും ഇല്ല, നല്ലതുപോലെ വളർന്നും വരും. അതുപോലെ ഇലകളൊക്കെ നല്ല വലിപ്പം ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു രാസവളങ്ങളും ചേർക്കാറില്ല, ഒരു കെമിക്കലോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കാറില്ല. ഇതുപോലെ നമുക്ക് ഇത്രത്തോളമൊക്കെ വലിപ്പത്തിലൊക്കെ നമ്മുടെ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ടിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്താണ് കെമിക്കലൊക്കെ അടിച്ച് അത് നമ്മൾ എത്ര കഴുകിയാലും പോകുകയില്ല. ഇതൊന്നും നമ്മൾ കഴുകുക പോലും വേണ്ട, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ചീര കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഓടിപ്പോയി പറിച്ചു കൊണ്ടുവന്ന് തോരൻ വെക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതുപോലെ ചിലവില്ലാത്ത കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി, ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ തന്നെ റെഡിയാക്കി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല വലിപ്പത്തിലുള്ള ഇലയും തണ്ടും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ചീരയ്ക്കൊന്നും എന്താ പറയണ്ടേ, കടകളിൽ പോയി ഒന്നും വാങ്ങേണ്ട. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ ചേർത്ത് ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.